إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ, ആ ഹിജ്റയിൽ നിന്ന് വിശ്വാസികൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ, സന്ദേശങ്ങൾ, അതിലൊന്നാമത്തെ കാര്യമായി പറഞ്ഞത് വിശ്വാസ സംരക്ഷണമാണ് ഹിജ്റയുടെ ലക്ഷ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എത്ര വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായാലും പ്രതിസന്ധികൾ ഉണ്ടായാലും തൻ്റെ വിശ്വാസത്തെ പണയപ്പെടുത്താതെ ആദർശത്തെയും വിശ്വാസത്തെയും കാത്തു സൂക്ഷിക്കണമെന്ന സന്ദേശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിലൂടെ നമുക്ക് നൽകുന്നത്. രണ്ടാമത്തെ ഗുണപാഠം, ഏതൊരു കാര്യത്തിനും നാം മുന്നൊരുക്കം നടത്തണമെന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് പറഞ്ഞാൽ ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ ഒരു പക്ഷേ നമുക്കത് വേഗത്തിൽ മനസ്സിലാകും. ദുന്യവിയായ ഐഹികമായ ഏതൊരു കാര്യത്തിന് വേണ്ടി നാം ഒരുങ്ങുമ്പോഴും അതിനുള്ള തയ്യാറെടുപ്പ് അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങൾ മനുഷ്യർ എന്ന നിലക്ക് നമ്മൾ നടത്താറുണ്ട്. എന്നാൽ അതേപോലെ തന്നെ തൻ്റെ പാരത്രികമായ വിജയത്തിന് വേണ്ട, അതോടൊപ്പം നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ട മുന്നൊരുക്കങ്ങൾ വിശ്വാസികളായ നാം നടത്തേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സഹായം നിർബന്ധമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാകും. എന്നിട്ടും ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഹിജ്റക്കുള്ള യാത്രക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുകയാണ്. തൻ്റെ യാത്രയിലെ കൂട്ടുകാരനായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചത് പ്രകാരം, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം തിരഞ്ഞെടുക്കുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്കും തൻ്റെ കൂട്ടുകാരനും യാത്ര ചെയ്യുവാൻ വേണ്ടി 2 യാത്രാ വാഹനങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഹിജ്റ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടത്തുകയും
അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് തന്റെ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചർച്ച നടത്തുകയാണ്. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിക്കുന്നത് തന്റെ യാത്ര മദീനക്ക് നേരെ എതിർവശത്തേക്ക് യാത്ര ചെയ്യണമെന്നുള്ള തീരുമാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എടുക്കുന്നു. അങ്ങനെ പ്രവാചകനും പ്രവാചകന്റെ കൂട്ടുകാരനും യാത്ര പുറപ്പെടുകയാണ്. യാത്ര പുറപ്പെടുന്ന വേളയിൽ ആ യാത്രയിലെ താൽക്കാലിക ഒരു താവളം എന്ന നിലക്ക് സൗർ ഗുഹയെ തിരഞ്ഞെടുക്കുകയാണ്. ആ സൗർ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തന്റെ കൂട്ടുകാരനായ സന്തത സഹചാരിയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും 3 ദിവസം അവിടെ താമസിക്കാൻ തീരുമാനിക്കുകയും 3 ദിവസം അവിടെ തങ്ങുകയും ചെയ്യുകയാണ്. കാരണം എന്തുകൊണ്ടാണ് 3 ദിവസം തെരഞ്ഞെടുത്തത്? 3 ദിവസം തന്റെ ശത്രുക്കളായ ആളുകൾ, മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ചിട്ട് കണ്ടിട്ടില്ല എങ്കിൽ അവരുടെ അന്വേഷണം അവർ അവസാനിപ്പിക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3 ദിവസം ആ തൗർ ഗുഹയിൽ താമസിക്കുകയാണ്. ഈ 3 ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും വേണ്ട ഭക്ഷണം അതാ തൗർ ഗുഹയിലേക്ക് എത്തിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹയാണ്. അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് അവരാണ്. അതോടൊപ്പം തന്നെ നാട്ടിലുള്ള മക്കയിലുള്ള ശത്രുക്കളായ ആളുകൾ എന്തൊക്കെ തീരുമാനങ്ങളും എന്തൊക്കെ കുതന്ത്രങ്ങളും അതുപോലെ തന്നെ എന്തൊക്കെയാണ് അവർ തീരുമാനിക്കുന്നത് എന്ന അവിടുത്തെ വിവരങ്ങളും വാർത്തകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ചെറിയ കുട്ടിയാകുന്ന അബ്ദുല്ലാഹി ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹുമാണ്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സന്നാഹങ്ങൾ ഒരുക്കുകയാണ്. അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇവർ രണ്ടുപേരെയും ഇതിനു വേണ്ടി തെരഞ്ഞെടുക്കുന്നു? അഥവാ കാലടിപ്പാടുകളെ മനസ്സിലാക്കിക്കൊണ്ട് വ്യക്തികളെ തിരിച്ചറിയുവാനുള്ള കഴിവ് അബ്ദുല്ലാഹി ഇബ്നു അബീ ബക്കറിനും അസ്മാ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹുമ അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇവർ പോകുന്ന കാൽപ്പാടുകൾ തൗർ ഗുഹയിലേക്ക് ശത്രുക്കൾ എത്താതിരിക്കാൻ വേണ്ടി ആ കാൽപ്പാടുകളെ മായ്ക്കാൻ വേണ്ടി റസൂലുള്ള വേറൊരാളെ കൂടെ ചുമതലപ്പെടുത്തുന്നുണ്ട്. ആമിർ ഇബ്നു ഫുഹൈറ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ആടുമേക്കുന്ന ഒരു ആടുമേപ്പുകാരനാണ്, ആട്ടിടയനാണ്. അദ്ദേഹമാണ് രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുടിക്കാൻ ആവശ്യമായ പാല് ആ തൗർ ഗുഹയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഈ അദ്ദേഹം ഇവർ രണ്ടുപേരും പോയ കാൽപ്പാടുകൾ അദ്ദേഹം മായ്ക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിക്കുന്നു മദീനയിലേക്ക് ആർക്കും പരിചയമില്ലാത്ത അപരിചിതമായ ഒരു വഴിയിലൂടെയായിരിക്കണം മദീനയിലേക്കുള്ള യാത്ര. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്കുള്ള അപരിചിതമായ വഴികളെ കുറിച്ചറിയുന്ന, എന്നാൽ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാത്ത ആ കാലഘട്ടത്തിലെ മുശ്രിക്ക് കൂടിയായ അബ്ദുല്ലാഹി ഇബ്നു അർഖത്തിനെ ആ ചുമതല ഏൽപ്പിക്കുകയാണ്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജ്റയിൽ വേണ്ട എല്ലാവിധ മുന്നൊരുക്കങ്ങളും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയതായി ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എന്താണ് ഈ സന്ദേശം നമുക്ക് നൽകുന്നത്? ഏതൊരു കാര്യത്തിനായാലും ശരി, ആ കാര്യത്തിനിറങ്ങുമ്പോ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഹിജ്റയാണ്. അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ് സ്വന്തം നാടും വീടും വിട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. എന്നിട്ട് പോലും അതിനു വേണ്ട മുന്നൊരുക്കങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തി എന്നുള്ളത് വിശ്വാസികളായ നമുക്കുള്ളൊരു ഗുണപാഠം. ഏതൊരു കാര്യത്തിനായാലും ശരി അതിന് മുന്നൊരുക്കം വേണം എന്നുള്ളതാണ് ആ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഇനിയോ അവസാനിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ നമുക്കെല്ലാവർക്കും ഗുണപാഠമാകുന്ന ഒന്നെന്താ? അത് ഇഖ്ലാസാണ്, ആത്മാർത്ഥതയാണ്, നല്ല നിയ്യത്താണ്. ഏതൊരു പ്രവർത്തനവും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കണമെങ്കിൽ ഒരു മാനദണ്ഡമുണ്ട്. നമ്മുടെ നിയ്യത്ത് നന്നാവണം, ശരിയാകണം, ഇഖ്ലാസ് ഉണ്ടാകണം, ആത്മാർത്ഥമായിരിക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ വമൻ അറാദൽ ആഖിറ. ആരെങ്കിലും പരലോകത്തെ ലക്ഷ്യം വെക്കുന്നുവെങ്കിൽ തന്റെ ലക്ഷ്യവും അതുപോലെ തന്നെ തന്റെ ഉദ്ദേശവും അത് പരലോകമാണ്. പക്ഷേ വസഅ ലഹാ സഅയഹാ,
ആ പരലോകത്തെ ലക്ഷ്യം വെക്കുക മാത്രമല്ല, അതിനു വേണ്ട പ്രവർത്തനങ്ങൾ, അതിനു വേണ്ട അധ്വാനങ്ങൾ, ആ അധ്വാനങ്ങൾ അധ്വാനിക്കുകയും ചെയ്യുന്നു. എങ്ങനെ? വഹുവ മുഅ്മിൻ, വിശ്വാസിയായിരിക്കെ, ഈമാനുള്ളവനായിരിക്കെ പരലോകത്തെ ലക്ഷ്യം വെക്കുകയും ആ പരലോകത്തേക്ക് വേണ്ട കാര്യങ്ങൾ തയ്യാറെടുക്കുകയും ചെയ്യുന്ന ആളുകൾ, ഫൗലൈക കാന സഅയുഹും മഷ്കൂറ, അവരുടെ ആ പ്രവർത്തനങ്ങൾ അത് നന്ദിപൂർവം സ്മരിക്കപ്പെടുന്നതാണ്, നന്ദി അർപ്പിക്കപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാ. നിങ്ങൾ നോക്കൂ, ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ഒന്നാമതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഹദീസ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയുമായി പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്നതാണ്. എല്ലാവർക്കും മനഃപ്പാഠമുള്ള ഹദീസാണ്. അതിന്റെ ആദ്യ ഭാഗം, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, തീർച്ചയായും അല്ലാഹുവിന്റെ അടുക്കൽ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുക അത് നിയ്യത്തുകൾക്കനുസരിച്ചാണ്, തങ്ങളുടെ ഉദ്ദേശങ്ങൾക്കനുസരിച്ചാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഓരോ മനുഷ്യനും അവൻ ഉദ്ദേശിച്ചതെന്തോ അതുണ്ട്. ഓരോ മനുഷ്യന്റെയും ലക്ഷ്യം എന്താണോ, അവന്റെ നിയ്യത്ത് എന്താണോ, അതവനുണ്ട്, അതവന് ലഭിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനോട് ചേർത്ത് പറഞ്ഞത്, ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, ആരെങ്കിലും അല്ലാഹുവിന്റെ പ്രതിഫലവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയും സ്വീകരിച്ചുകൊണ്ടാണ് ഒരാൾ ഹിജ്റ പോകുന്നത് എങ്കിൽ ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അവൻ അല്ലാഹുവിന്റെയും റസൂലിന്റെയും മാർഗത്തിലാണ് അവന്റെ ഹിജ്റയുള്ളത്. എന്നാൽ വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയാ യുസീബുഹാ അവ ഇംറഅത്തിൻ യൻകിഹുഹാ, ആരെങ്കിലും ഒരാൾ ദുനിയാവിലെ വല്ല ലക്ഷ്യവും വെച്ചുകൊണ്ട് ദുനിയാവിൽ എന്തെങ്കിലും ലഭിക്കണമെന്ന ഉദ്ദേശത്തോടെയാണോ ഒരാൾ ദുനിയാവിലെ എന്തെങ്കിലും നേട്ടം ആഗ്രഹിച്ചുകൊണ്ടാണോ ഒരാൾ ഹിജ്റ പോകുന്നത് എങ്കിൽ, അതല്ലെങ്കിൽ അവിംറഅത്തിൻ യൻകിഹുഹാ, ഇവിടുന്ന് പോയി അവിടെ പോയി ഒരു കല്യാണം കഴിക്കണം, ഒരു വിവാഹം കഴിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണോ ഒരാൾ സ്വന്തം നാടും വീടും വിട്ട് ഹിജ്റ പോകുന്നത് എങ്കിൽ ഫഹിജ്റതു ഇലാ മാ ഹാജറ ഇലൈഹി, അവന്റെ ഹിജ്റ അവൻ ഏതൊന്നിനെ ലക്ഷ്യം വെച്ചുവോ അതിലേക്കായിരിക്കും അവന്റെ ഹിജ്റ ഉണ്ടാകുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിയ്യത്ത് പ്രധാനമാണ്. ഏത് കർമ്മത്തിനായാലും ശരി ഇഖ്ലാസ് ഉണ്ടാകണം, ആത്മാർത്ഥതയുണ്ടാകണം. അതോടൊപ്പം റബ്ബിന്റെ പ്രതിഫലം, റബ്ബിന്റെ പൊരുത്തം അത് നമ്മൾ ആഗ്രഹിക്കുകയും വേണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും വലാകിൻ യൻദുറുല്ലാഹു ഇലാ ഖുലൂബികും ഔ ഇലാ അഅമാലികും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, തീർച്ചയായും അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ രൂപങ്ങളിലേക്കല്ല, നിങ്ങളുടെ ശരീരങ്ങളിലേക്കല്ല, വലാകിൻ, പക്ഷേ അല്ലാഹു നോക്കുന്നത് യൻദുറു ഇലാ ഖുലൂബികും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ ശുദ്ധി എത്രയാണ്, എത്രത്തോളം ആത്മാർത്ഥതയുണ്ട്, എത്രത്തോളം നിയ്യത്ത് ശരിയാണ്. അതുപോലെ തന്നെ മറ്റൊരു റിവായത്തിലുള്ള ഔ ഇലാ അഅമാലികും, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കാണ്. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് എത്രത്തോളം ഉദ്ദേശശുദ്ധിയോടുകൂടി അതുപോലെ തന്നെ റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത്, അതിനായിരിക്കും പ്രതിഫലം ഉണ്ടാകുക, അതാണ് റബ്ബ് നോക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു തന്നു. നിയ്യത്ത് ശരിയായിട്ടില്ല എങ്കിൽ, ഇഖ്ലാസ് ഇല്ല എങ്കിൽ, എത്ര വലിയ അമൽ ചെയ്തിട്ടും എത്ര വലിയ കർമ്മം ചെയ്തിട്ടും യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂന്നാളുകളുടെ ചരിത്രം പറഞ്ഞു തന്നിട്ടുണ്ട്. മൂന്നാളുകളുടെ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ആ മൂന്നാളുകളെയും നാളെ പരലോകത്ത് അല്ലാഹു വിചാരണക്ക് കൊണ്ടുവരും. ആ വിചാരണ ചെയ്യുന്നത് എങ്ങനെയെന്ന് സുദീർഘമായ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാ. അതിൽ ഒന്നാമത്തെ ആള് ഒരു യോദ്ധാവാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച മനുഷ്യൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടി മരണപ്പെട്ട മനുഷ്യനാണ്. പക്ഷേ നാളെ പരലോകത്ത് അദ്ദേഹത്തെ വിചാരണ കൊണ്ടുവരുമ്പോ എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ഷഹീദായത് എന്ന ചോദ്യത്തിന്, അല്ലെങ്കിൽ അവിടെ വിചാരണ നടക്കുമ്പോ അദ്ദേഹത്തിന്റെ നിയ്യത്ത് എന്തായിരുന്നു, ഞാൻ നല്ലൊരു യോദ്ധാവാണ്, ഞാൻ നല്ലൊരു പടയാളിയാണ് എന്ന് എന്റെ കൂടെയുള്ളവർ എന്നെ കുറിച്ച് പറയണം, എന്ന് എന്നെ കുറിച്ചറിയണം, ആഗ്രഹിക്കണം എന്നതായിരുന്നു അയാളുടെ നിയ്യത്ത്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
മറ്റൊരു മനുഷ്യൻ ഖുർആൻ നന്നായി പാരായണം ചെയ്യുന്നവനാണ്, വിശുദ്ധ ഖുർആൻ നന്നായി പഠിച്ചവനാണ്, അത് മനഃപ്പാഠമാക്കിയവനാണ്. അവരെയും നാളെ പരലോകത്ത് വിചാരണ ചെയ്യും. ആ സമയത്ത് ആ മനുഷ്യന്റെയും എന്താ, ഞാൻ നല്ലൊരു ഖാരിആണ്, നല്ലൊരു വിശുദ്ധ ഖുർആനിന്റെ പാരായണം നടത്തുന്ന ആളാണ്, നല്ല അറിവുള്ള ആളാണ്, വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളാണ് എന്ന് ആളുകൾ എന്നെ കുറിച്ച് പറയണം, എന്നെ കുറിച്ച് അറിയണം എന്നായിരുന്നു അയാളുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ അയാളെയും നാളെ വരെ നരകത്തിലേക്ക് വലിച്ചെറിയും. മൂന്നാമത്തെ ഒരു മനുഷ്യനും റസൂലുള്ളാഹി പറഞ്ഞു തന്നിട്ടുണ്ട്, അയാൾ ധർമ്മിഷ്ഠനായ മനുഷ്യനാണ്, ഒരുപാട് സമ്പത്ത്, നന്നായി ധർമ്മം ചെയ്ത, അതുപോലെ തന്നെ കണക്കും കയ്യുമില്ലാതെ കൊടുത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം. തന്റെ സമ്പത്തിൽ നിന്ന് ഒരുപാട് ഉപകാരങ്ങൾ, ഒരുപാട് ധർമ്മങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നാളെ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുമ്പോ ആ മനുഷ്യന്റെയും അവസ്ഥ ഇത് തന്നെയാണ്. കാരണം ഞാനൊരു ധർമ്മിഷ്ഠനാണ്, ഞാനൊരു ഔദാര്യവാനാണ്, എല്ലാവർക്കും കൊടുക്കുന്നവനാണ് എന്ന് ആളുകൾ എന്നെ കുറിച്ച് പറയുകയും അറിയുകയും ചെയ്യണം എന്നതുകൊണ്ട് ആ ഒരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ ദാനധർമ്മങ്ങൾ ചെയ്തത്. അതും നാളെ പരലോകത്ത് അയാൾക്ക് ഉപകാരപ്പെട്ടില്ല, മറിച്ച് അദ്ദേഹത്തെയും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിയ്യത്ത് ശരിയാകുക എന്നുള്ളത്, ഇഖ്ലാസ് ഉണ്ടാകുക എന്നുള്ളത്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിലൂടെ നമുക്ക് നൽകുന്ന പാഠമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഹിജ്റ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ വെടിയാനുള്ള ഒരു മനസ്സായിരുന്നു എന്നാണ്. അല്ലെ, മുഹാജിറുകൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോയ ആളുകൾ അവർ വെടിഞ്ഞതെന്താ? ഹറാമായ നിഷിദ്ധമായ എന്തെങ്കിലുമാണോ? ഒരിക്കലുമല്ല, അനുവദനീയമായ കാര്യങ്ങളാണ്. സ്വന്തം വീട്, അതുപോലെ തന്റെ സമ്പാദ്യം, തന്റെ കച്ചവടം, തന്റെ കൃഷി, തന്റെ നാട്, തന്റെ മക്കൾ, തന്റെ ഇണകൾ, തന്റെ മാതാപിതാക്കൾ, തന്റെ ബന്ധുക്കൾ, ഇന്നെല്ലാവരെയും വിട്ടേച്ചുകൊണ്ടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് അവർ യാത്ര പോകുന്നത്, ഹിജ്റ പോകുന്നത് എന്നാണ്. അങ്ങനെ എല്ലാറ്റിനെയും വെടിയാനുള്ളൊരു മനസ്സിന്റെ ഉടമ. പക്ഷേ നമുക്കും അങ്ങനെയുള്ള മുഹാജിറുകളാവാൻ സാധിക്കും. അതിനെന്താ? നമ്മളാരും നാട് വിട്ടു പോകേണ്ടതില്ല, നാട് വിട്ടു പോകേണ്ട ഗതികേട് ഇന്ന് നമുക്കില്ല. മറിച്ച് നമ്മുടെ ആദർശമനുസരിച്ച്, ദീനനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ഒരു മുഹാജിറാകാൻ കഴിയും. എങ്ങനെയാണത്? നാട്ടിലുള്ള ഒട്ടനവധി തിന്മകളെ അതിനെ ഒഴിവാക്കാൻ, അതിനെ നിർമാർജനം ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ തിന്മകളാണ്! കളവ് പറയലാണെങ്കിലും, ഏഷണിയാണെങ്കിലും, പരദൂഷണമാണെങ്കിലും, മോഷണമാണെങ്കിലും, വ്യഭിചാരമാണെങ്കിലും, പകയാണെങ്കിലും, വിദ്വേഷമാണെങ്കിലും, കൊലപാതകമാണെങ്കിലും, ഇങ്ങനെ തുടങ്ങി ഏതൊക്കെ തിന്മകളുണ്ടോ, ഏതൊക്കെ ഹറാമുകളുണ്ടോ, ആ ഹറാമുകളിൽ നിന്ന് അകന്നു നിൽക്കുക, അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതും ഒരു ഹിജ്റയാണ് എന്നാണ്. ചെറുതും വലുതുമായ ഒട്ടനവധി തിന്മകൾ അത് വെടിയാൻ സാധിച്ചാൽ ഇക്കാലത്തൊരു മുഹാജിറാകാൻ സാധിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ് മുസ്ലിം? തന്റെ നാവിൽ നിന്ന്, തന്റെ കൈകളിൽ നിന്ന് മറ്റുള്ള മുസ്ലിമീങ്ങൾ സുരക്ഷിതരായിരിക്കണം, എങ്കിൽ അവനാണ് മുസ്ലിം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വൽ മുഹാജിർ, ആരാണ് മുഹാജിർ? വെടിഞ്ഞവൻ ആരാണ്? മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. അല്ലാഹു വിരോധിച്ചത്, അല്ലാഹു ഹറാമാക്കിയത്, അല്ലാഹു നിഷിദ്ധമാക്കിയത് അത് ഒഴിവാക്കുന്നവനാണ്, അത് വെടിയുന്നവനാണ് മുഹാജിർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ നിലക്ക് നമുക്കൊരു മുഹാജിറാകാൻ കഴിയും. അല്ലാഹു നിഷിദ്ധമാക്കിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹറാമാണെന്ന് പഠിപ്പിച്ച, നിഷിദ്ധങ്ങളാണെന്ന് പഠിപ്പിച്ച ആ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക, അതിനെ ഒഴിവാക്കുക എന്നുള്ളത് മുഹാജിറാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്, റസൂലുള്ളാഹി അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുകൂടിയുണ്ട് ഹിജ്റയുടെ പാഠം. അതെന്താണ്? ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, നിരന്തരമായി പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രക്കൊരുങ്ങുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ട് യാത്ര പുറപ്പെടണം, അല്ലേ? വിശ്വാസികൾ അവരുടെ ആയുധമായി എപ്പോഴും കരുതേണ്ടത് റബ്ബിനോടുള്ള പ്രാർത്ഥനയാണ്, ദുആ ആണ്. റബ്ബിനോട് മാത്രം നടത്തേണ്ട ദുആ, അവരോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ, ഒരു വിശ്വാസിയുടെ
ജീവിതത്തിലുടനീളം പ്രാർത്ഥനകളാണ്. നിത്യജീവിതത്തിൽ ഒട്ടനവധി പ്രാർത്ഥനകൾ അവന്റെ ജീവിതത്തിലൂടെ അവൻ കടന്നു പോകുന്നു. രാവിലെ അവന്റെ കിടപ്പറയിൽ നിന്ന്, അവന്റെ ബെഡ്ഷീറ്റിൽ നിന്ന്, അവന്റെ കട്ടിലിൽ നിന്ന് അവൻ ഉണർന്നത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ എത്രയെത്ര പ്രാർത്ഥനകളാണ് മുസ്ലിമിന്റെ ജീവിതത്തിലുള്ളത്. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള പ്രാർത്ഥന, അത് കഴിഞ്ഞാൽ ടോയ്ലറ്റിലേക്ക് പോകുമ്പോഴുള്ള പ്രാർത്ഥന, അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പുറപ്പെടുമ്പോഴുള്ള പ്രാർത്ഥന, സുബീഹിന്റെ ജമാഅത്തിന് പള്ളിയിലേക്ക് വരുമ്പോൾ പള്ളിയിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന, ജമാഅത്ത് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന, അങ്ങാടികളിലേക്ക് പോകുമ്പോൾ അങ്ങാടിയിൽ പ്രവേശിച്ചാലുള്ള പ്രാർത്ഥന, അങ്ങനെ വൈകുന്നേരമാകുമ്പോൾ വൈകുന്നേരത്തെ പ്രാർത്ഥന, രാവിലെയുള്ള ദിക്റുകൾ, അദ്കാറുകൾ, ഇങ്ങനെ തുടങ്ങി ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ പ്രാർത്ഥന അവന് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കണം. അതാരോടാണ് നടത്തേണ്ടത്? തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, തനിക്ക് വായുവും വെള്ളവും നൽകിയ, എല്ലാവിധ അനുഗ്രഹങ്ങളും ചെയ്തു തന്ന തന്റെ റബ്ബിലേക്കായിരിക്കണം അവന്റെ പ്രാർത്ഥനകൾ ഉയരേണ്ടത്. ആ റബ്ബിനോടാണ് അവൻ ദുആ ചെയ്യേണ്ടത്, ആ റബ്ബിനോടാണ് അവൻ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ നിരന്തരമായി പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോഴും മദീനയിലേക്ക് പ്രവേശിക്കുമ്പോഴും റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ആ പ്രാർത്ഥന പറഞ്ഞിട്ടുമുണ്ട്. വഖുൽ, പ്രവാചകരെ പറഞ്ഞേക്കണം, താങ്കൾ പ്രാർത്ഥിക്കണം, റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജ്അൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എന്റെ റബ്ബേ, റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ, എന്റെ റബ്ബേ, സത്യത്തിന്റെ പ്രവേശന മാർഗത്തിലൂടെ നീ എന്നെ പ്രവേശിപ്പിക്കണമേ. വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ, സത്യത്തിന്റെ ആ പ്രവേശന പുറപ്പെടുന്ന മാർഗത്തിലൂടെ നീ എന്നെ പുറപ്പെടുവിക്കുകയും ചെയ്യണമേ. വജ്അൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ, റബ്ബേ, നിന്റെ പക്കൽ നിന്ന് എനിക്ക് സഹായകമായ ഒരു ആധികാരികമായ ശക്തി നീ ഏർപ്പെടുത്തി തരണമേ എന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ, മദീനയിലേക്ക് പ്രവേശിക്കുമ്പോഴും മക്ക എന്ന രാജ്യത്തിൽ നിന്ന് പുറത്തു പോകുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മൾ റസൂലുള്ളാഹിയുടെ ഹിജ്റയിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു ഗുണപാഠം നിരന്തരമായി റബ്ബിനോട് പ്രാർത്ഥിക്കുക. ഏത് പ്രതിസന്ധികളിലും, ഏത് പരീക്ഷണങ്ങളിലും, ഏത് പ്രയാസങ്ങളിലും റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥന കൈയൊഴിയാതിരിക്കുക, നിരന്തരമായി പ്രാർത്ഥനയിൽ മുഴുകുക. അത് തന്നെയാണ് വിശ്വാസികൾക്കുണ്ടാകേണ്ട ഗുണവും. ആ ഗുണങ്ങളുള്ള ആളുകളായി വിശ്വാസികളായ നമ്മൾ മാറുക. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഏതൊരു അനുഗ്രഹമായാലും ശരി, ആ അനുഗ്രഹങ്ങൾ ഒരുപക്ഷെ വിശ്വാസികൾക്ക് പരീക്ഷണമായേക്കാം, അതല്ലെങ്കിൽ വിശ്വാസികൾക്ക് അതൊരു കാരുണ്യമായേക്കാം. അതുകൊണ്ട് തന്നെ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക, ശുക്ർ ചെയ്യുക എന്നുള്ളതാണ് വിശ്വാസികളുടെ ബാധ്യത എന്നുള്ളത്. അള്ളാഹുവിൻ്റെ നിഅമത്തായ മഴ, അള്ളാഹുവിൻ്റെ റഹ്മത്തായ കാരുണ്യമായ മഴ അത് സദാ വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ മഴ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ മനുഷ്യർക്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ മഴ അധികരിച്ചതിന്റെ പേരിലും അല്ലെങ്കിൽ മഴയുമായി ബന്ധപ്പെട്ട കെടുതികളും മനുഷ്യരായ ആളുകൾ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടെയൊക്കെ ഒരു വിശ്വാസിയുടെ നിലപാട് എന്തായിരിക്കണം?
അള്ളാഹുവിന്റെ അനുഗ്രഹം എന്ന നിലക്ക് അതൊരു പക്ഷേ പരീക്ഷണമായി വന്നേക്കാം, അതല്ലെങ്കിൽ അത് അള്ളാഹുവിന്റെ ഒരു സഹായമായി എത്തിയേക്കാം. രണ്ടായാലും ശരി, ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുക, ശുക്ർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പറഞ്ഞൊരു വാചകം വളരെ ഗൗരവമായി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞില്ലേ, ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിഅൻ അഷ്കുറ ഔ അക്ഫുറ, ഇത് എൻ്റെ രക്ഷിതാവിന്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. എന്തിന്? ലിയബ്ലുവനിയ അം അഷ്കുർ അം അക്ഫുർ, ഒന്നുമില്ലെങ്കിൽ ഞാൻ നന്ദി കാണിക്കാൻ, അതല്ലെങ്കിൽ നന്ദി കേട് കാണിക്കാൻ എന്നെ ഒരു പരീക്ഷണമായി, അല്ലെങ്കിൽ എനിക്കൊരു പരീക്ഷണമായി റബ്ബ് നൽകിയതാണ് ഈ അനുഗ്രഹമെന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആ അനുഗ്രഹമായ മഴയെ അതില്ലാതാക്കാനും അവന് കഴിയും, നന്നായി വർഷിപ്പിക്കാനും. മഴ വർഷിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു പറഞ്ഞില്ലേ, വ അൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദരിൻ ഫഅസ്കനാഹു ഫിൽ അർദ് വ ഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. അല്ലേ, തീർച്ചയായും ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നവൻ നാമാണ്. എന്നിട്ട് നാം അതിനെ ഭൂമിയിൽ സംഭരിച്ചു വെക്കുന്നു, സൂക്ഷിച്ചു വെക്കുന്നു. എന്നാൽ അതിനെ ഇല്ലാതാക്കി കളയാനും നശിപ്പിച്ചു കളയാനും നാം കഴിവുള്ളവൻ തന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം കുറയുന്നതിന്റെ പ്രയാസങ്ങളും എന്നാൽ വെള്ളം കൊണ്ടുള്ള കെടുതികളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനത എന്ന നിലക്ക് വെള്ളത്തിന്റെ സൃഷ്ടാവായ റബ്ബിന് കൂടുതൽ വഴിപ്പെടുകയാണ് ആധുനിക സമൂഹത്തിലെ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അതിൽ നമുക്ക് ഏറ്റവും പരമപ്രധാനമാണ് നമ്മുടെ വിശ്വാസം. വിശ്വാസം പരമപ്രധാനമാണ്. കാരണം എന്തേ? അനുഗ്രഹങ്ങളിലൂടെ അവിശ്വാസികളായി നാം ഒരിക്കലും മാറരുത്. കാഫിറുകളായി നമ്മൾ മാറരുത്, അവിശ്വാസികളായി നമ്മൾ മാറരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, മാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ ബറകത്തിൻ ഇല്ലാ അസ്ബഹ ഫരീഖും മിനൻ നാസി ബിഹാ കാഫിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് ഏതൊരു അനുഗ്രഹം ഇറക്കുമ്പോഴും ആ അനുഗ്രഹങ്ങളിൽ ജനങ്ങളിൽ ഒരു വിഭാഗം അതിൽ അവിശ്വസിക്കുന്നവരായി കൊണ്ടുണ്ടായിരിക്കും, കാഫിറുകളായി കൊണ്ടുണ്ടായിരിക്കും. എങ്ങനെ റസൂലുള്ളാഹി വിശദീകരിച്ചു? യുനസ്സിലുല്ലാഹുൽ ഗൈസ ഫയഖൂലൂൻ, അല്ലാഹു മഴ വർഷിപ്പിക്കുന്നു. ആ സമയത്ത് ഫയഖൂലൂന, മനുഷ്യന്മാർ പറയുന്നു, അൽ കൗകബു കദാ വകദാ, ഇന്നാലിന്ന ഞാറ്റുവേല മുഖാന്തരമാണ്, അല്ലെങ്കിൽ ഇന്നാലിന്ന നക്ഷത്ര മുഖാന്തരമാണ്, അല്ലെങ്കിൽ ഇന്നാലിന്ന കാര്യങ്ങൾ മുഖേന്തരമാണ് മഴ പെയ്യുന്നത് എന്ന് മനുഷ്യൻ പറഞ്ഞു പോകുന്നു എന്നാണ്. ഒരിക്കലും തന്നെ വിശ്വാസിയുടെ നാവിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. വാക്കുകൾ പോലും വളരെ സൂക്ഷ്മമായി കൊണ്ട് ഉപയോഗിക്കണം. അല്ലെ, കർക്കിടക മാസമാണ് അതുകൊണ്ട് മഴ പെയ്തു, അതുപോലെ തന്നെ ഇന്നാലിന്ന ഞാറ്റുവേലയാണ് അതുകൊണ്ടാണ് മഴ പെയ്തത്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമാണ് മഴ പെയ്തത് എന്ന് പറയുന്ന അവസ്ഥ വിശ്വാസിയുടെ നാവിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രാത്രി നല്ല ശക്തമായ മഴ പെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈബിയയിലാണ്. ആ ഹുദൈബിയയിൽ രാത്രി കനത്ത മഴ, ശക്തമായ മഴ. രാവിലെ പ്രഭാത നമസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിന് നേരെ തിരിഞ്ഞിരുന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഹൽ തദ്റൂന മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങളുടെ റബ്ബ് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഖാലു, അവർ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിന്റെ റസൂലുമാണ് ഏറ്റവും അറിയുന്നവനെന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു കൊടുക്കുക, റബ്ബ് പറഞ്ഞത്, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വകാഫിറുൻ, നേരം പുലർന്നാൽ, നേരം വെളുത്താൽ ഒരടിമ ഒരു പക്ഷേ അവൻ വിശ്വാസിയായി നേരം പുലരുന്നു, അതല്ലെങ്കിൽ അവൻ കാഫിറായി കൊണ്ട് നേരം പുലരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എങ്ങനെയാണത്? റസൂലുള്ളാഹി വീണ്ടും വിശദീകരിച്ചു, ഫഅമ്മാ മൻ ഖാല മുതിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി ഫദാലിക മുഅ്മിനും ബി വകാഫിറുൻ ബിൽ കൗകബ്. ഒരാളിതാ മഴ പെയ്തപ്പോ, അല്ലാഹുവിന്റെ നിഅമത്തായ അവന്റെ റഹ്മത്തായ കാരുണ്യം പെയ്തപ്പോ
അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ചിരിക്കുന്നു, അവന്റെ ഔദാര്യം കൊണ്ടും കാരുണ്യം കൊണ്ടും ഞങ്ങൾക്ക് മഴ തന്നിരിക്കുന്നു എന്നൊരാൾ പറഞ്ഞാൽ അവൻ മുഅ്മിനും ബി, എന്നിൽ വിശ്വസിച്ചവനാണ്, വകാഫിറും ബിൽ കൗകബ്, ഞാറ്റുവേലകളിലും നക്ഷത്രങ്ങളിലും അവിശ്വസിച്ചവനാണവൻ. എന്നാൽ മറ്റൊരു മനുഷ്യനോ വഅമ്മാ മൻ ഖാല, വേറൊരു മനുഷ്യനാണെങ്കിൽ അവൻ പറയുന്നു ബിനൗഇൻ കദാ വകദാ, ഇന്നാലിന്ന ഞാറ്റുവേല കൊണ്ടാണ്, ഇന്നാലിന്ന മാസമായത് കൊണ്ടാണ്, ഇന്നാലിന്ന കാരണങ്ങൾ കൊണ്ടാണ് മഴ പെയ്തത് എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ ഫദാലിക കാഫിറുൻ ബി, അവൻ എന്നിൽ അവിശ്വസിച്ചവനാണ്, വമുഅ്മിനുൻ ബിൽ കൗകബ്, അവൻ നക്ഷത്രത്തിൽ വിശ്വസിച്ചവരുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശക്തമായ മഴ പെയ്യുമ്പോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിഅമത്ത് ഉണ്ടാകുമ്പോ, കാരുണ്യം ഉണ്ടാകുമ്പോ നമ്മുടെ നാവിലൂടെ അറിഞ്ഞുപോലും ഇത്തരത്തിലുള്ള സംസാരങ്ങളോ വരരുത്. അത് കുഫ്റാണ്, അവിശ്വാസമാണ് എന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്. മഴ പെയ്യുമ്പോൾ പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ മഴ തോർന്നാൽ മുത്തിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത്. മഴ അധികമായാൽ അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുക. ശക്തമായ കാറ്റടിച്ച് വീശുമ്പോൾ റസൂലുള്ളാഹി പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വഖൈറ മാ ഉർസിലത് ബിഹി വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ഉർസിലത് ബിഹി എന്ന് പറഞ്ഞ് കാറ്റടിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനകൾ ചൊല്ലുന്നവരാകുകയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റഹ്മത്താണ്, കാരുണ്യമാണ് എന്ന് മനസ്സിലാക്കി അതിൽ തൃപ്തി അടയുകയും ചെയ്യുക എന്നുള്ളതാണ് വിശ്വാസികളുടെ ബാധ്യത. പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ ഇത് നമ്മൾ ഓർക്കുകയും അതുപോലെ തന്നെ റസൂലുള്ളാഹി പഠിപ്പിച്ച പ്രാർത്ഥനകൾ ചൊല്ലുകയും ചെയ്യേണ്ട സന്ദർഭം കൂടിയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ റഹ്മത്തിന്, അവന്റെ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാൻ, നന്ദി ചെയ്യാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അർഹമുർ റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് രോഗികൾ അള്ളാഹുവിന്റെ രോഗങ്ങൾക്ക് ശിഫ നൽകുമാറാകട്ടെ, ശമനം നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് അല്ലാഹു ആശ്വാസവും വിജയവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅന വഅദാഅ ദീൻ. اللهم دمر أعداءنا وأعداء المسلمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه وأصحابه أجمعين والحمد لله رب العالمين.